ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്? അത്യാവശ്യം വോളറ്റൈലായിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. നിഫ്റ്റി അഗൈൻ ഒരു ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്തു. ആസ് യൂഷ്വൽ അതൊരു പുത്തരി അല്ലാത്ത വിഷയമായി മാറിയിട്ടുണ്ട്. ഓരോ വീക്കിലും നിഫ്റ്റി പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ മുന്നേറുകയാണ്. പക്ഷേ അവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50ലുള്ള മെജോറിറ്റി കമ്പനീസിലൊക്കെ നല്ല മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിലും മിഡ് ക്യാപ്പിലും സ്മാൾ ക്യാപ്പിലും ഈ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു സെക്ടർ റൊട്ടേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ HDFC ബാങ്കിൻ്റെ ഒരു 1 വീക്കിൻ്റെ ചാർട്ട് നോക്കാം. അതിലൊരു 5% ഒക്കെ ഒരു അപ്സൈഡ് മൂവ് നിങ്ങൾക്ക് നടന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ ലാർജ് ക്യാപ്പിലേക്ക് ഫണ്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ അതിനനുസരിച്ച് നമ്മളും ഒരു റൊട്ടേഷൻ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെക്ടർ അലോക്കേഷനും മാറ്റുന്നുണ്ട്. ഇനി വരുന്ന ഷുഗർ സെക്ടേഴ്സ്, അതേപോലെ തന്നെ കെമിക്കൽ, അങ്ങനെയുള്ള കുറച്ച് സെക്ടറിലേക്കും കൂടെ ആയിട്ടാണ് നമ്മുടെ ഫോക്കസ് ഈ ഒരാഴ്ചയിലേക്ക് പോകുന്നത്. എനിവേ ലാസ്റ്റ് വീക്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലാസ്റ്റ് വീക്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ്. ജുബിലൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് 680 അല്ലെങ്കിൽ 690 to 700 ഇടയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഒരു 650 അല്ലെങ്കിൽ 640 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി എന്നാണ്. സ്റ്റോക്ക് ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് സ്റ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഫ്രഷ് എൻട്രി ലെവൽസിൽ കൺസിഡർ ചെയ്യാം. അതേ സ്റ്റോപ്പ് തന്നെ കീപ്പ് ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ 770 അല്ലെങ്കിൽ 800 ലെവൽ വരെയൊക്കെയാണ് നമ്മളിതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് സോനാകോംസിൽ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറയുന്നത് 750 അല്ലെങ്കിൽ 760 എബോ ഒരു ബ്രേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നാണ്. അതിൽ ഞാൻ കഴിഞ്ഞ വീക്കിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1 hour ക്ലോസിംഗ് എങ്കിലും ആ ലെവലിൻ്റെ പുറത്ത് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു എൻട്രി ആയിരിക്കും എന്നുള്ളതാണ്. എക്സാക്ട്ലി ആ ഫസ്റ്റത്തെ ഒരു 1 hour ക്യാൻഡിൽ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ ഒരു ക്ലോസിംഗ് തന്നിട്ടില്ല. എനിവേ പലരും അതിൽ എൻട്രി എടുത്തിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ നമ്മുടെ ഈ ഒരു ലെവൽ കീപ്പ് ചെയ്തിട്ട് മാത്രം അതിൽ ഹോൾഡ് ചെയ്യുക. എക്സാക്റ്റ് ഇപ്പോഴും നമുക്കൊരു ഫ്രഷ് എൻട്രി ഉള്ളത് ഈ ലെവലിൻ്റെ എബോ മാത്രമാണ്. 762 എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ എബോ ഒരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് സ്നോമാൻ ലോജിസ്റ്റിക്സ്. സ്നോമാനിൽ ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 82 to 83 നമ്മൾ എൻട്രി പറഞ്ഞിട്ടുള്ളത്. സേഫസ്റ്റ് ആയിട്ടുള്ള എൻട്രി പറഞ്ഞിട്ടുള്ളത് 88 എബോ ആണ്. സ്റ്റോക്ക് ഏകദേശം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 91 ആണ്. 91 ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റിൽ നമ്മുടെ ഒരു റേഞ്ചിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 84 ആണ്. ഇവിടെ നമുക്കൊരു എൻട്രി ഓക്കെയാണ്. 76 ബിലോ ഒരു സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. നമ്മൾ പറയുന്ന ലെവൽസ് എന്ന് പറയുന്നത് 94ഉം 100ഉം ആണ്. 82 അല്ലെങ്കിൽ 83 എൻട്രി ചെയ്തവർക്ക് ഏകദേശം ഒരു 8% റിട്ടേൺസ് കൊടുത്തതിന് ശേഷമാണ് തിരിച്ചാ റേഞ്ചിലേക്ക് റീടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു ഫ്രഷ് എൻട്രി കൂടി ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് വീക്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തൊരു ട്രേഡ് എന്ന് പറയുന്നത് പോളിസി ബസാർ ആയിരുന്നു. പോളിസി ബസാറിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോക്ക് ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ഫോളാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് എക്സ്റ്റേണലി ന്യൂസും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം തന്നെ പോളിസി ബസാർ SL ഹിറ്റാണ്. ആ ഒരു സ്റ്റോക്കിൽ നിന്ന് ലീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് വെക്കാത്തവർക്കും അത് ഹോൾഡ് ചെയ്യുന്നവർക്കും ക്യാപിറ്റലിൽ നിന്ന് നല്ലൊരു പെർസെൻറ്റേജ് പോയിട്ടുണ്ടാവും. നമ്മൾ നോർമലി കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിൽ ഏകദേശം ഒരു 4.4% അടുത്താണ് നമുക്കൊരു സ്റ്റോപ്പ് വന്നിട്ടുള്ളത്. ആ ഒരു സ്റ്റോപ്പ് ഹിറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ഹിറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൽ ഇനി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ടെക്നിക്കലി മാത്രമാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. എക്സ്റ്റേണലി വരുന്നൊരു ന്യൂസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു, അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ സ്റ്റോക്ക് ലീവ് ചെയ്യുന്നു. ഇതിലൊരു ഫ്രഷ് എൻട്രി ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഉണ്ടായിരുന്ന മറ്റൊരു ട്രേഡ് എന്ന് പറയുന്നത് KPR മിൽസിലാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഒരു 920 to 930 എന്ന് പറയുന്ന റേഞ്ചിനകത്ത് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1100 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റോക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 1050 ആണ്. ഓൾമോസ്റ്റ് ഒരു 13% മുകളിലാണ് ഈ ഒരു സിംഗിൾ സ്റ്റോക്ക് മാത്രം മൂവ് ചെയ്തിട്ടുള്ളത്. അഗെയിൻ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഒരു 970 എന്നൊക്കെ പറയുന്ന റേഞ്ചിലാണ്. സ്റ്റിൽ നിങ്ങളത് ഹോൾഡ് ചെയ്യുക. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1100 അതിൻ്റെ അബവും മൂവ് ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കാണ് KPR മിൽസ്. പക്ഷേ ഈ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റിൻ്റെ നിയർ വരെയൊക്കെ ട്രേഡ് നടന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്രഷ് എൻട്രി ഇതിനകത്ത് ഇനി കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് പൊട്ടൻഷ്യലുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത്.
ഏറ്റവും ആദ്യം വരുന്നത് ഷുഗർ സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ കുറച്ച് വീക്കായിട്ട് ഷുഗർ സെക്ടറൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ തന്നെ റീസൺ ഞാനൊരു ടെലഗ്രാം റീലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഗർ പ്രൈസ് കൂടാനും അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അവർക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ന്യൂസ് വന്നത് മുതൽക്കേ നമുക്കറിയാം സ്റ്റോക്ക് അത്യാവശ്യം അല്ലെങ്കിൽ ഷുഗർ സെക്ടറിലുള്ള സ്റ്റോക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രീ രേണുക ഷുഗേഴ്സ്, ഇതിൽ നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 52 to 53 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. 47 അല്ലെങ്കിൽ 46.6 അതിന് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 57, സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 63 അല്ലെങ്കിൽ 64 എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിജക്ഷൻ പോയിന്റ് അല്ലെങ്കിൽ ഹൈ ആണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് വീക്കിലി ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ 1-2 വീക്ക് മേ ബി സ്റ്റോക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്താൻ മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ മൂവ് ചെയ്തില്ല എന്നുള്ളതല്ല നമ്മൾ ഷോർട്ട് ടേം ട്രേഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അനലൈസ് ചെയ്യുന്നത് വീക്കിലിയും ഡെയിലിയും ടൈം ഫ്രെയിമാണ്. അപ്പോൾ കുറച്ച് പേഷ്യൻസോട് കൂടി ഇത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലൊക്കെ സ്റ്റോക്ക് പെർഫോം ചെയ്യുക. ഇനി അൺഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 46.6 താഴെ സ്റ്റോക്ക് കട്ട് ചെയ്യുക, എന്നിട്ട് ലീവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ഹിന്ദുസ്ഥാൻ ഫുഡ്സ് ലിമിറ്റഡ്. ഇതിൻ്റെ ഒരു സിമ്പിൾ വരുന്നത് HNDFDS എന്നാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കാണാൻ പറ്റും. ഇപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു റിവേഴ്സൽ സ്ട്രക്ചറാണ് സ്റ്റോക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കംപ്ലീറ്റ്ലി ഒരു ഡൗൺ സൈഡ് മൂവ് വന്നു. അതിനുശേഷം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് കടന്ന ഒരു കൺസോൾട്ടേഷൻ. ആ കൺസോൾട്ടേഷന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് 650 to 670 എന്ന് പറയുന്ന ലൊക്കേഷൻ. സ്റ്റോക്കിനെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ സ്റ്റോക്ക് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു. അവിടെ നിന്ന് ലാസ്റ്റത്തെ ഹൈ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഇൻഡിസിഷൻ ക്യാൻഡിലൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ റിവേഴ്സൽ ക്യാൻഡിലൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റോക്ക് അപ്സൈഡിലേക്ക് പെർഫോം ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 730 അല്ലെങ്കിൽ 740 എന്ന് പറയുന്ന ലെവലാണ്. സെക്കൻഡ് ടാർഗറ്റായിട്ട് 780, ഫൈനൽ നമ്മളൊരു 820 അല്ലെങ്കിൽ 800 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിലൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് 620 താഴെ അല്ലെങ്കിൽ 625 എന്ന് പറയുന്ന പ്രൈസിന് താഴെയാണ്. ഒരു ബെറ്റർ എൻട്രി എന്ന് പറയുന്നത് 670 650 ഇടയിൽ എൻട്രി ചെയ്യാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സോണിൽ തന്നെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുക്കാം. 625 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുക. 740 അല്ലെങ്കിൽ 730 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 780, ഫൈനൽ 800. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു സ്റ്റോക്ക് വേദാന്തയാണ്. നമ്മൾ നെക്സ്റ്റ് വരുന്നൊരു സ്റ്റോക്ക് വേദാന്ത അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്ക്. വേദാന്ത മാത്രമല്ല നമ്മൾ മെറ്റൽ സെക്ടറിൽ തന്നെ നല്ല രീതിയിലുള്ള സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ, NMDC, നാഷണൽ അലുമിനിയം എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. വേദാന്ത ഇപ്പോൾ ഇവിടെ വീക്ക്ലി ബ്രേക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും 500 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ, 500 എന്ന് പറയുന്ന ലൊക്കേഷൻ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു റിജക്ഷൻ ഏരിയ ആയിരുന്നു. സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു ഡൗൺ സൈഡ് മൂവ് അല്ലെങ്കിൽ ബെയറിഷ് ട്രെൻഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് വരുന്നു. അഗൈൻ ഒരു റിവേഴ്സൽ സ്ട്രക്ചർ, ഇതിലും ഏകദേശം ഒരു റിവേഴ്സൽ സ്ട്രക്ചറാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഒരു 500 റേഞ്ചിൽ നമുക്ക് എൻട്രി നടത്താൻ പറ്റും. 500 to 510 ഇടയിൽ നമുക്ക് എൻട്രി നടത്താൻ പറ്റും. 475 ബിലോ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. നമുക്കൊരു 540, അതേപോലെ തന്നെ 570, 600 ഈ ലെവൽസാണ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 600 വരെയൊക്കെ വേദാന്ത മൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇൻ്ററിൻ ഡിവിഡൻ്റൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളൊരു സമയമാണ്. ഈ ഒരു വർഷത്തിൽ തന്നെ ഏകദേശം 5 തവണയൊക്കെയാണ് ഡിവിഡൻഡ്, കഴിഞ്ഞൊരു ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് 5 തവണയൊക്കെയാണ് ഡിവിഡൻ്റായിട്ട് വേദാന്ത ഇൻ്ററിൻ ഡിവിഡൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് മൂവ്മെൻറ്റ്സ് തരാൻ സാധ്യതയുള്ള എല്ലാം ഈ ഒരു സെക്ടറിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം. മാക്സിമം നമുക്ക് ആ ഒരു ലെവൽസിൽ തന്നെ എൻട്രി എടുക്കാൻ നോക്കുക. പിന്നെ ഈ ഒരു ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്തിട്ട് വേണം എടുക്കാൻ. എൻറ്റയർലി നിങ്ങളുടെ ക്യാപിറ്റലിൽ നല്ലൊരു എമൗണ്ട് ഈ ഒരു സ്റ്റോക്കിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. നെക്സ്റ്റ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ഇന്റൽ കോൺവേ. ഇന്റൽ കോൺവേയിൽ ഏകദേശം ഒരു റിവേഴ്സലിനുള്ളൊരു സ്ട്രക്ചർ തന്നെയാണ്. സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു ബോക്സിനകത്ത് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു ചാനലിനകത്ത് സ്റ്റക്കായി പോയിരുന്നു. അവിടെ ഒരു ബ്രേക്ക് വരുന്നു. ബ്രേക്കിന് ശേഷം എന്ത് ചെയ്യുന്നു, റീടെസ്റ്റും നടത്തി. ഇപ്പോൾ നമുക്ക് ഡെയിലി ക്യാൻഡിൽസിൽ അത് റീടെസ്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 100 to 104, ഇപ്പോൾ ഈ ഒരു 99 to 104 ഈ റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് എൻട്രി നടത്താൻ പറ്റും. നമ്മൾ സ്റ്റോപ്പായിട്ട് കീപ്പ് ചെയ്യുന്നത് 91 അല്ലെങ്കിൽ 92 ബിലോ ആണ്. 92 ബിലോ ഒരു സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി.
നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 110, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 117, 110ഉം 117ഉമാണ് നമ്മുടെ ടാർഗറ്റ് ലെവലുകൾ വരുന്നത്. ഇത് പ്രോപ്പർ ഒരു ബോക്സ് ബ്രേക്ക് ആണ്. ഈ ബോക്സ് ബ്രേക്ക് ഔട്ട് നടന്നു, റീടെസ്റ്റ് നടന്നു. അപ്പോൾ ഇനി പോസിബിൾ ആയിട്ടുള്ള അപ്സൈഡ് മൂവ് തന്നെയാണ് നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഷോർട്ട് ടേം ട്രേഡ് ആണ്. അപ്പോൾ നമുക്ക് വീക്കിലി ഡെയിലി ഒക്കെ അനാലിസിസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ മേ ബി ഹോൾഡ് ചെയ്യേണ്ടി വരും. 3 to 5 weeks ആണ് നമ്മളൊരു ഹോൾഡിംഗ് പീരീഡ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അപ്സൈഡിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10%-ൻ്റെയും 15%-ൻ്റെയും ഒക്കെ മൂവ്മെൻറ്റിന് സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗോവ കാർബൺ ലിമിറ്റഡ്. ഈ ഗോവ കാർബൺ ലിമിറ്റഡും ഏകദേശം റിവേഴ്സൽ സ്ട്രക്ചറിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഡൗൺ ട്രെൻഡിൽ മാത്രമായിട്ട് കുറച്ച് കാലം ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഹൈ ഏകദേശം ഒരേ ലൊക്കേഷനിൽ വന്നിട്ട് തന്നെ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രോപ്പർ ഒരു ബ്രേക്ക് നടന്ന് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മളൊരു എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 854. അപ്പോൾ നമുക്കൊരു 860ൻ്റെ എബോ അല്ലെങ്കിൽ 64ൻ്റെ എബോ നമുക്ക് എൻട്രി ചെയ്യാം. നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് 800 അല്ലെങ്കിൽ 810 ബിലോ ആയിരിക്കും. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 920, 960, അതേപോലെ തന്നെ 1000. അതായത് നമുക്ക് ഓരോ തവണയും മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യുന്നത്. മാർക്കറ്റ് ഓരോ തവണയും റിവേഴ്സൽ സ്ട്രക്ചർ വരുമ്പോൾ ഓൾറെഡി മാർക്കറ്റ് എവിടേക്കാണോ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഏരിയകൾ നമ്മൾ ടാർഗറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ലെവൽസാണ് ഗോവ കാർബണിൽ നമ്മൾ പിക്ക് ചെയ്യുന്നത്. 860ക്ക് എബോ കൺസിഡർ ചെയ്താൽ മതി. ഇനി അതല്ല ഈ ഒരു ലെവലിൽ തന്നെ വേണമെങ്കിൽ എൻട്രി എടുക്കാം. നമ്മൾ സ്റ്റോപ്പ് ഒന്ന് 800 വരെ ഒന്ന് നമ്മൾ താഴ്ത്തേണ്ടി വരുന്നു മാത്രം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് പല ലെവൽസും ബുക്ക് ചെയ്യാൻ പറ്റും. മുമ്പ് റിജക്റ്റ് ചെയ്തിരുന്ന ഏരിയകളിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുക ടാർഗറ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിലൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഓൾറെഡി നമ്മളെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പല സ്റ്റോക്കും ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലെവൽസ് മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്കൊന്നും പോയിട്ടില്ല. അത് ഞാനിവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയതുകൊണ്ട് മാത്രമാണ് ചാർട്ട് അവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോക്കിൽ ഓൾറെഡി ബ്രേക്ക് നടന്നു, റീടെസ്റ്റും നടന്നു. ഇപ്പോൾ ഇന്നത്തെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്, നമുക്ക് റീടെസ്റ്റ് നടന്നതായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ 488 ആണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ ലൊക്കേഷനിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു 460ക്ക് ബിലോ സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ 500 അല്ലെങ്കിൽ 520 ലെവലിൻ്റെ എബോ ആണ് ഫസ്റ്റ് ടാർഗറ്റ് കീപ്പ് ചെയ്യുന്നത്. 520, അതേപോലെ തന്നെ 560, 580 ഈ 3 റേഞ്ചസുമാണ് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇവിടെ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ലൊക്കേഷനിൽ തന്നെ ആണ് റീടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റോക്ക് പെർഫെക്റ്റ്ലി ഒരു ബ്രേക്ക് തന്ന് ഏകദേശം അപ്സൈഡ് കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള റേഞ്ചിലേക്ക് മാറും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഈ ഒരു സ്റ്റോക്കിൽ കൃത്യമായിട്ട് ആ ലെവലിൽ തന്നെ എൻട്രി എടുക്കാൻ നോക്കുക. അതായത് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, ആ ലെവലിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് വരാണ്, ഇപ്പോൾ ഒരു 500ൻ്റെ എബോ ഒക്കെയാണ് അടുത്ത ദിവസം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി കിട്ടിയില്ലെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി അവിടെ എൻട്രി ചെയ്യരുത്, ജസ്റ്റ് എൻട്രി മാത്രം പ്രൈസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ എൻട്രി മാത്രം പ്രൈസ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ 500, 510 എൻട്രി ചെയ്ത് കഴിഞ്ഞാലും 490 എൻട്രി ചെയ്ത് കഴിഞ്ഞാലും സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ മുകളിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസ് വരും. അപ്പോൾ ഈ താഴത്തുനിന്ന് എൻട്രി ചെയ്യുമ്പോഴാണ് നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 1, 2, 3 ഒരു 6 സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫർദർ സ്റ്റോക്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ടിപ്സ് ബൈ SMK എന്ന് പറയുന്നത് നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലാണ്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ സെക്ടർ അലോക്കേഷനും അല്ലെങ്കിൽ ക്യാപിറ്റലും യൂസ് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് കിട്ടുന്ന റണ്ണുകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് മാറുക. നിങ്ങൾ ലോങ് ടാർഗറ്റുകൾ പിക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ട. അതല്ലെങ്കിൽ ലോങ് ടാർഗറ്റിന് പിക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫെങ്കിലും ബുക്ക് ചെയ്തിട്ട് ബാക്കി റൺ ചെയ്താൽ മതി. അതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. പിന്നെ പൊസിഷൻ സൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായിട്ട് ഇപ്പോൾ ഒരുപാട് ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യാൻ പോകണ്ട. എന്ത് ചെയ്യുക, ജസ്റ്റ് എൻട്രി മാത്രം ട്രിഗർ ചെയ്തിട്ട് ആ റേഞ്ചിലേക്ക് റീടെസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി എൻട്രി ചെയ്താൽ മതി. എപ്പോഴും സേഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ലൊക്കേഷനിൽ അല്ലെങ്കിൽ കറക്റ്റ് ലെവൽസിൽ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. എനിവേ, താങ്ക് യു.